കഷ്ടങ്ങളെത്രയേറിലും കലങ്ങിടാതെ നിത്യവും ദുഷ്ടന്റെ ഘോര ദൃഷ്ടിയിൽ പതിച്ചിടാതിനോളവും കണ്ണിൻ മണിക്കു തുല്യമായി എണ്ണുന്നതിനു തക്കതായി സ്തുതിച്ചിടാം. എന്നന്തരംഗമേ അവൻ്റെ നന്മകൾ മറപ്പതോ, എന്നുള്ളമേ സ്തുതിക്ക നീ യഹോവയെ നിരന്തരം. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായിട്ട് അടിയനങ്ങിയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഉണർന്ന് ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് തന്ന ഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതം കർത്താവിൻ്റെ പൊന്നുകരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും എൻ്റെ അപ്പച്ചൻ്റെ പക്കല ദാനമായി നൽകി തരേണ്ടതിനായി അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ സമർപ്പിക്കുന്ന കർത്താവേ, ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ മക്കളെയും ഏൽപ്പിക്കുന്നു. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ ജീവിതങ്ങളെയും ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനാവിഷയത്തെയും സമർപ്പിക്കുന്ന കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ മനസ്സലിവും കാരണയുമുള്ള ദൈവം, ഞങ്ങൾക്ക് കൂടെയുള്ളതോർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അപ്പം ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ആവശ്യമാർന്നതെല്ലാം നൽകി തരണമേ. യാത്രകളിൽ കൂടെയിരിക്കണമേ. വാഹനത്തേക്ക് രക്തം കൊണ്ട് മുദ്രയിട്ട് കൊള്ളുമാറാകണമേ. ശത്രു ഞങ്ങളെ കാണാതെ വണ്ണം, ദുഷ്ട പിശാചി തൊടാതെ വണ്ണം ഇന്നുവരെയും കാത്തു സൂക്ഷിച്ച് പരിപാലിച്ച് ദൈവത്തിന് കൊടാനുകൂടി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. വീണ്ടും അവിടുന്ന് ഞങ്ങളെ കൺമണി പോലെ സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ഭവനത്തെ പരിസരത്തെയൊക്കെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി, ഞങ്ങൾക്ക് ദാനമായി തന്ന കുഞ്ഞുങ്ങളുടെ, ഞങ്ങളുടെ ഉപജീവന മാർഗം, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം എല്ലാം നന്ദിയോടെ സ്തോത്രത്തോടെ അപ്പച്ചൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്ന എല്ലാം അവിടുത്തെ ദാനമാ, അവിടുത്തെ കൃപയാ. സ്തോത്രമപ്പാ, സ്തോത്രം. വീണ്ടും ഞങ്ങളെ പരിപാലിച്ചാട്ടപ്പാ ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങളുടെ കുടുംബത്തെ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി, ദാനമായി തന്ന കുഞ്ഞുങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന അനുഗ്രഹിച്ച് കാത്തുകൊള്ളുമാറാകണം. പ്രത്യേകിച്ച് കർത്താവ് പഠിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠനം മാനിക്കപ്പെടണമപ്പാ. അവരുടെ എല്ലാ പരീക്ഷകളിലും കൂടെ ഇരിക്കണമേ. നല്ല മാർക്കോടെ പാസ്സാകുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. റിസൾട്ട് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ, നല്ല ജയമൊരുക്കിയവരെ മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, വിദേശ രാജ്യത്ത് കടന്നു പോകാൻ ആഗ്രഹിച്ച് കൊതിയോടെ പ്രയത്നിക്കുന്ന മക്കളുണ്ട്. വിസ ലഭിക്കേണ്ട കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ ദൈവം അവരോട് മനസ്സലിയണം, കരുണ തോന്നണം. അവർക്ക് വേണ്ടുന്ന വഴിവാതിൽ തുറന്നു കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് OETയും IELTSഉം പഠിക്കുന്നവരുണ്ട്. ജർമ്മൻ പഠിക്കുന്ന മക്കൾ, ഹാർഡിൻ്റെ പരീക്ഷയ്ക്കും പ്രമറ്റി പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്ന മക്കളെ എൻ്റെ സ്വർഗം അനുഗ്രഹിക്കണമേ. ബുദ്ധിയും ആലോചനയും കൊടുക്കണമേ. നന്നായി പഠിച്ച് പരീക്ഷ എഴുതി വലിയ മാർക്കോടെ പാസ്സാകുവാൻ, അവർ ലക്ഷ്യം വെച്ച സ്ഥാനത്ത് കടന്നു പോകാൻ സ്വർഗത്തിലെ അപ്പൻ ഇടയാക്കുമാറാകണം. കർത്താവ്, ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന മക്കൾ, വിവിധ കോഴ്സുകളിലായിരിക്കുന്നവർ, ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കൾ, കർത്താവേ, BS നഴ്സിങ്ങിനും എൻജിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന മക്കളെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സ്വർഗം അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ഈ സമയം ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ഞങ്ങളുടെ ഓരോ മക്കളെയും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാപ്പാ. ഉപജീവനമാർഗം ആഗ്രഹിക്കുന്ന എല്ലാ മക്കൾക്കും വഴിവാതിൽ തുറക്കണമേ കർത്താവേ. ഒരിക്കലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ലജ്ജിച്ചു പോകാൻ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരുടെ മുൻപിൽ തലകുനിച്ചു നിൽപ്പാൻ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരുടെ മുൻപിൽ കൈനീട്ടുവാൻ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ വേണ്ടുന്ന വഴിവാതിൽ തുറന്നു കൊടുത്ത് ഓരോ മക്കളെയും അനുഗ്രഹിക്കണേ കർത്താവേ. ജോലി ചെയ്യുന്ന എല്ലാ മക്കളെയും ആരോഗ്യത്തിലും സമാധാനത്തിലും കാത്തോണേ കർത്താവേ. സ്തോത്രം, സ്തോത്രം. ജോലി സ്ഥാനങ്ങളിലൊക്കെ ചില പ്രയാസ പ്രതിസന്ധികളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ട് കർത്താവേ. ജോലി ചെയ്തിട്ട് ശമ്പളം ലഭിക്കാത്തവരുണ്ട് കർത്താവേ. മേലധികാരികളുടെ പീഡനമേൽക്കുന്നവരുണ്ട് കർത്താവേ. പാർക്കുവാൻ സൗകര്യമില്ലാത്തവർ, ഭക്ഷിപ്പാൻ ആഹാരമില്ലാത്തവർ, യാത്രാ സൗകര്യമില്ലാത്തവരൊക്കെ അനേകരുണ്ട് കർത്താവേ. അങ്ങനെ കഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങളോടൊക്കെ കരുണ കാണിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പോകുവാനും വരുവാനുമുള്ള സൗകര്യസ്ഥാനത്ത് ജോലി ലഭിക്കേണ്ടവരുണ്ട് കർത്താവേ. അവരോട് മനസ്സലിയണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ്, വിദേശ രാജ്യത്ത് ഹല്ലേലൂയ വിസ ലഭിക്കേണ്ട കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ.
നാട്ടിൽ കടന്നു വരുവാനും പോകുവാനും ഒക്കെ കർത്താവെ നിലനിൽപ്പിന് ആവശ്യമാർന്നതെല്ലാം നീ ചെയ്തു കൊടുക്കണമേ കർത്താവെ. ഹാലലുയ, നന്ദി കർത്താവെ. അവരോട് മനസ്സലിയണേ എന്ന് പ്രാർത്ഥിക്കുന്നു. PR ലഭിക്കേണ്ട ജീവിതമുണ്ട് കർത്താവെ. ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകേണ്ടവരുണ്ട് കർത്താവെ. ലൈസൻസ് ലഭിക്കണം, നല്ല ജോലിയിലൊക്കെ പ്രവേശിക്കണം, സ്വർഗം വഴികളെ തുറക്കണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു നാഥാ. സ്തോത്രം സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരുന്ന ദൈവമാ. ഞങ്ങളത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഈ സമയം യാത്രയിലായിരിക്കുന്ന ഓരോ മക്കളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളുടെയും യാത്രകളിലൊക്കെ കർത്താപ്പച്ചൻ കൂടെ ഇരുന്നോണേന്ന് പ്രാർത്ഥിക്കുന്നു. ആപത്തരസത്തിൽ നിന്ന് എല്ലാവരെയും വിടുവിക്കണം. രോഗദുഃഖാദി പകർച്ചയാദി മരണത്തിന് ഏൽപ്പിക്കാതെ സൂക്ഷിക്കുമാറാകണം. എല്ലാ ഉപജീവനമാർഗവും സ്വർഗത്തിലെ അപ്പച്ചനൊന്ന് വാഴ്ത്തി അനുഗ്രഹിച്ചാട്ട് കർത്താവെ. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിച്ചാട്ട്, കഷ്ടനഷ്ടം കൂടാതെ ഓരോരുത്തരെയും കാത്തുകൊള്ളണേ. വേണ്ടുന്നതെല്ലാം കൊടുത്ത് ഓരോ നിമിഷം പോറ്റി പുലർത്തണേ കർത്താവെ. കടഭാരമുള്ള മക്കളുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കണേ. ഭവനമില്ലാത്ത മക്കൾക്ക് ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണേ. വിവാഹപ്രായമായ മക്കൾക്ക് തക്ക തുണി ഒരുക്കണേ. അവരുടെ വിവാഹം നടക്കുവാൻ സഹായിക്കണേ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറ കൊടുത്ത് അനുഗ്രഹിക്കണേ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ ഉള്ളംകരത്തിൽ വഹിച്ചോണേ. കുടുംബജീവിതത്തിൽ സമാധാനമില്ലാതെ ഭാരപ്പെടുന്നവരെ എൻ്റെ സ്വർഗത്തിലെ ദൈവം നിൻ്റെ സമാധാനത്താൽ നിറച്ചു കൊള്ളണമേ. മാതാപിതാക്കളെ സ്നേഹിക്കാത്ത കുഞ്ഞുങ്ങൾ, ഹല്ലേലൂയ, എൻ്റെ ദൈവമേ, മക്കളെ സ്നേഹിക്കാത്ത മാതാപിതാക്കളൊക്കെ ഉണ്ട് കർത്താവേ. ഒരു ഫോൺ കോളിന് പോലും പ്രയോജനമില്ലാതെ ഹല്ലേലൂയ ആയിരിക്കുന്ന കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നാഥാ, നീ സഹായിക്കണമേ. സ്നേഹത്തോടെ ദൈവകൃപയോടൊക്കെ ജീവിപ്പാൻ ഇടയാക്കണമേ. മാതാപിതാക്കളെക്കുറിച്ചൊരു ഉത്തരവാദിത്വ ബോധം മക്കൾക്ക് കൊടുക്കണേ കർത്താവേ. സ്തോത്രം സ്തോത്രം കർത്താവേ. കഷ്ടമനുഭവിക്കുന്ന കുഞ്ഞുങ്ങളോട് മനസ്സലിയണേ കർത്താവ്. അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടുവാൻ സ്വർഗം സഹായിക്കണമേ. എൻ്റെ കർത്താവിനെ അറിഞ്ഞ് ജീവിപ്പാൻ ഓരോ മക്കളെയും സഹായിച്ചാട്ടെ. ദൈവമായ കർത്താവ്, ഞങ്ങളുടെ രോഗികളുമായി തിരുമുൻപാകെ കടന്നു വരുന്നു. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിന് ലിവറിന് കുഴപ്പമുള്ളവർ, തൈറോയിഡുള്ളവർ, ആസ്മയുള്ളവർ, അലർജിയുള്ളവർ, ത്വക്ക് സംബന്ധമായ പല രോഗങ്ങളുള്ളവർ, ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവർ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവർ, ആമേൻ ഹല്ലേലൂയ കർത്താവ്, ശരീരമാസകലം നീർക്കെട്ടും അതിവേദനയുമുള്ളവർ, കിടക്കകളിലും വീൽ ചെയറുകളിലും ആയിരിക്കുന്നവർ കർത്താവെ, കാഴ്ചയില്ലാത്തൊരു, കേൾവിയില്ലാത്തൊരു, ഓർമ്മയില്ലാത്തൊരു, ഹല്ലേലൂയ, ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾ, ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ, അപ്പാ, ശരീരം മുഴുവനും പുകച്ചിലിനാൽ ഭാരപ്പെടുന്നവർ, അലർജിയുള്ളവർ കർത്താവെ, ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിൽ കൂടിയൊക്കെ ഭാരപ്പെടുന്നവർ, വിമിഷത്താൽ, ചുമയാൽ, ഹാലലി, തുമ്മലിനാലൊക്കെ ഭാരമുള്ളവരുണ്ട് കർത്താവെ. അപ്പോൾ പുറത്ത് വേദനയാൽ ഭാരമുള്ളവർ, കൈയുടെയും മുട്ടിൻ്റെയും വേദനയാൽ ഭാരമുള്ളവർ കർത്താവെ, സ്തോത്രം സ്തോത്രം. യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ, ഷുഗറും പ്രഷറും ഉള്ളവർ, കൊളസ്ട്രോൾ ഉള്ളവർ, എൻ്റെ കർത്താവേ, നീ അത്ഭുതവാനാ, വീരനാ, ദൈവമാ, നിത്യപിതാവാ, സമാധാനത്തിൻ്റെ ദൈവമാ, സൗഖ്യദായകനാ. സൗഖ്യം കാത്തു കിടക്കുന്ന ഓരോ മക്കൾക്ക് കൊടുത്ത് സൗഖ്യം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. ഞങ്ങളുടെ എല്ലാ രോഗികളോടും കരുണ തോന്നണമേ. ആശുപത്രി മുറികളിലും ICUലും CCലും വെന്റിലേറ്ററിലും കിടക്കുന്ന ജീവിതങ്ങളോടും മനസ്സലിയണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരോരും സഹായത്തിനില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട് കർത്താവേ. പല വിധത്തിൽ ബുദ്ധിമുട്ടുന്ന ജീവിതങ്ങൾ, കരയുന്ന ജീവിതങ്ങളുണ്ട് കർത്താവേ. മനസ്സലിവ് കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന മക്കളെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അവിടുന്ന് കരുണ കാണിക്കണമേ, മനസ്സലിയണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ദേശത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ രാജ്യങ്ങളെല്ലാം അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഭരണകർത്താക്കളെയൊക്കെ അനുഗ്രഹിക്കണമേ. സുവിശേഷ വേലകളെയും വേലക്കാരെയും അനുഗ്രഹിക്കണമേ കർത്താവ്. യുദ്ധങ്ങളിൽ നിന്നും, ക്ഷാമങ്ങളിൽ നിന്നും, ഭൂകമ്പങ്ങളിൽ നിന്നും, മഹാമാരി, ജലപ്രളയത്തിൽ ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം കർത്താവ്. പുതുവയസ്സ് പ്രവേശിച്ച മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൽ പുതുവർഷകാലം പ്രവേശിച്ച മക്കളെ ഓർക്കുന്നു. എല്ലാവരെയും കർത്താവ് കരുണയോടെ ഓർത്ത് അവരുടെ നന്മയും അനുഗ്രഹം കൊടുത്ത് സഹായിക്കണം. ഹല്ലേലൂയ കർത്താവേ. ഇന്ന് പകൽക്കാലം പാപം കൂടാതെ ജീവിപ്പാൻ കൃപ തന്നാട്ട്. പൊന്നുകരെ ഞങ്ങളെ ചേർത്ത് പിടിച്ചാട്ട് പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം.